സെയ്ഫ് അലി ഖാനെ കുത്തിയത് കരീന കപൂറിൻ്റെ നിർദ്ദേശപ്രകാരമാണോ എന്നാണ് പോരുന്ന ചോദ്യം. ഇതിലെന്തായിരിക്കും? അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇങ്ങനെ അന്വേഷണം എവിടെ എത്തും, പ്രതി എന്ത് പറയും എന്നൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കരീനയ്ക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമോ ഈ കാര്യത്തിൽ? കരീനയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. നമുക്കത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരാത്ത സ്ഥിതിക്ക് നമുക്കത് പറയാൻ കഴിയില്ല. പക്ഷേ ചില ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ചില വാർത്തകൾ അല്ലെങ്കിൽ ചില വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ സത്യസ്ഥിതി എന്താണ് എന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് കരീന ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നുവെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ഗേൾസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് കരീന പുറത്തായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് കരീന അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആഴത്തിലുള്ള കുത്താണ് സെയ്ഫിന് ഏറ്റത് എന്ന് കരീന പോലീസിന് മൊഴി നൽകിയതായും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ പറയരുത് എന്ന് കരീന തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും സെയ്ഫ് അലി ഖാൻ്റെ കൊട്ടാരം, പട്ടൗടി എന്ന് പറയുന്ന കൊട്ടാരം, അത് ഏത് വഴിക്ക് ഒരുപാട് സുരക്ഷാ പ്രവർത്തകർ ഉള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് സെയ്ഫ് അലി ഖാൻ്റെ വീട് അല്ലെങ്കിൽ ആ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ആ കൊട്ടാരത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നതാണ്. ഒരുപാട് റൂമുകളുള്ള ഒരുപാട് 800 ഏക്കറിലാണ് ആ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതൊരു വീടെന്നല്ല, കൊട്ടാരം എന്നാണ് പറയുന്നത് തന്നെ. അപ്പോൾ അതിലേക്ക് എങ്ങനെ ഒരു അക്രമി കയറി എന്നുള്ളത് വലിയ ചോദ്യമാണ്. അപ്പോൾ തുടക്കം മുതൽ പോലീസിന് സംശയമുള്ളത് വീടിനകത്തു നിന്നുള്ള ഒരാളുടെ സഹായമില്ലാതെ ഒരു പ്രതിക്ക് പുറത്തു നിന്ന് ആ വീടിനുള്ളിലേക്ക് കയറാൻ കഴിയില്ല എന്നുള്ളതാണ് എല്ലാവരും ആ തുടക്കമേ പറഞ്ഞു. അപ്പോൾ ആരാണ് വീട്ടിനകത്ത് നിന്ന് ഈ പ്രതിയെ സഹായിച്ചത്? എവിടെയൊക്കെ CCTV ഉണ്ട്, ആ CCTV ദൃശ്യങ്ങളിൽ പെടാതെ എങ്ങനെ വീടിനകത്ത് കയറാം? ഈ സമയത്ത് സെയ്ഫ് അലി ഖാൻ എവിടെയാണ് ഉണ്ടാകുന്നത്? ആദ്യം പറഞ്ഞു ഇത് മോഷണ ശ്രമമാണെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലീസ് തന്നെ പറയുകയുണ്ടായി മോഷണ ശ്രമമല്ല എന്ന്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ്? ഏതെങ്കിലും കൊട്ടേഷൻ ടീം ഇത്തരത്തിൽ ആരെങ്കിലും ഏൽപ്പിച്ചതാണോ സെയ്ഫ് അലി ഖാനെ കൊല്ലാൻ വേണ്ടി? കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു വർഷം 3 കോടിയും ഒരു മാസം 3.5 ലക്ഷം രൂപ എങ്ങാണ്ട്, അല്ല, ഒരു മാസം 30 കോടിയും ഒരു മാസം 3 കോടി രൂപയും വാങ്ങുന്ന ആളാണ് സെയ്ഫ് അലി ഖാൻ. അപ്പോൾ അത്രത്തോളം വരുമാനത്തിലും നികുതി അടയ്ക്കുന്നതിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു താരമാണ് സെയ്ഫ് അലി ഖാൻ എന്ന് പറയുന്നത്. ഒരു സമയത്ത് സാമ്പത്തികമായി ഇവർ താമസിക്കുന്ന ഈ കൊട്ടാരമൊക്കെ വിൽക്കേണ്ടി വന്നു. പിന്നീട് താൻ വളരെ ബുദ്ധിമുട്ടി അഭിനയിച്ച് ആ പൈസ സ്വരുക്കൂട്ടി വെച്ചാണ് തൻ്റെ അപ്പൂപ്പൻ്റെ സാമ്രാജ്യമായ ഈ കൊട്ടാരം അദ്ദേഹം തിരിച്ചു പിടിച്ചത് എന്നൊക്കെയുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വന്നിരുന്നു. ഇപ്പം എന്തായാലും സെയ്ഫ് അലി ഖാനെ കുത്തിയ പ്രതിയെ പോലീസ് പിടിച്ചിട്ടുണ്ട്. പ്രതിയുടെ വിവരങ്ങൾ മുംബൈ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. മോഷണ ശ്രമത്തിനിടെയാണ് പ്രതി നടൻ്റെ വീട്ടിൽ കയറിയതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇയാളുടെ യഥാർത്ഥ പേര് മുഹമ്മദ് ഷെരീഫുൾ എന്നാണ്. ഇയാൾ ബംഗ്ലാദേശ് പൗരൻ എന്നാണ് പ്രാഥമിക നിഗമനമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിജോയ് ദാസ് തുടങ്ങിയ പേരുകളിലാണ് പ്രതി ഇന്ത്യയിൽ കഴിഞ്ഞത്. പ്രതിയുടെ കൈവശമുള്ള തിരിച്ചറിയൽ രേഖകൾ വ്യാജമാണെന്ന് പോലീസ് പറയുന്നുണ്ട്. ഹൗസ് കീപ്പിംഗ് ഏജൻസിയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. ഈ സമയത്ത് പ്രതി നടൻ്റെ വീട് സന്ദർശിച്ചിരുന്നതായാണ് റിപ്പോർട്ട്. കുറ്റകൃത്യത്തിൻ്റെ ലക്ഷ്യമെന്ത് എന്നുള്ള കാര്യം കൂടുതൽ അന്വേഷണം നടത്തിയിട്ടേ പറയാൻ സാധിക്കൂ എന്നാണ് പോലീസ്. ഇവിടെയാണ് പോലീസ് എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നതായിട്ട് ചിലർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടൊരു പ്രതിയെ പിടിച്ചിട്ട് മോഷണ ശ്രമമാണ് എന്ന് പോലീസ് പറയുമ്പോഴും കൂടുതൽ ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ പോലീസ് പറയുന്നു മോഷണ ശ്രമമാണ് എന്ന്. അപ്പോൾ അതാണ് ആ പ്രതിയുടെ ലക്ഷ്യം. വീണ്ടും പോലീസ് പറയുന്നു പ്രതി അകത്ത് കയറിയതിൻ്റെയും സെയ്ഫ് അലി ഖാനെ കുത്തിയതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ രണ്ടിനും തമ്മിൽ വിരുദ്ധതയുണ്ട്. അതാണ് ഇവിടെ കൃത്യമായി ഇപ്പോൾ ആളുകൾ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നതെന്നാണ്. 5-6 മാസം മുൻപാണ് പ്രതി മുംബൈയിലെത്തിയത്. താനെയിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. താനെയിൽ ഒളിവിലായിരുന്ന പ്രതി സ്വന്തം നാട്ടിലേക്ക് കടക്കാനിരിക്കെയാണ് പോലീസ് പിടികൂടിയത്. ജഗിന്റെ നാനി ഏലിയാമ ഫിലിപ്പിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ അതനുസരിച്ച് വീട് അതിക്രമിച്ച് കയറുകയോ കൂടാതെ മറ്റ് പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം ഉള്ള കാര്യങ്ങൾ ചുമത്തുകയോ ചെയ്താൽ പ്രതിക്ക് 7 വർഷം വരെയുള്ള തടവ് ശിക്ഷ ലഭിക്കാം എന്നാണ് പറയുന്നത്. സെയ്ഫ് അലി ഖാൻ ഇപ്പോൾ റെസ്റ്റിലാണ്. അദ്ദേഹം സേഫായിരിക്കുന്നു എന്നുള്ളതാണ്. ഡോക്ടർമാർ തന്നെ സന്ദർശകർക്ക് വിലക്കൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ഇപ്പോൾ ഒബ്സർവേഷനിലാണ് താരമെന്ന് പറയുന്നത്. എല്ലാ സാധാരണ നിലയിലായതിനു ശേഷമേ അദ്ദേഹത്തെ പിന്നീട് എന്താ പറയുക ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നീട് ഈ പലരും ഈ സെയ്ഫ് അലി ഖാനെ കുത്തിയത് എന്താണ്, കുത്ത് കിട്ടിയതിന് ഇതൊന്നും അല്ല ആളുകൾക്ക് അറിയേണ്ടത്. ഞാൻ ഇന്നലെ കണ്ട ഒരു വാർത്തയാണ്, സെയ്ഫ് അലി ഖാൻ്റെ ചികിത്സയ്ക്ക് എത്ര രൂപയായി, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ, ആരോഗ്യമൊക്കെ ഓക്കെ ആണോ എന്നുള്ളതല്ല. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 35.95 ലക്ഷം രൂപയാണ് സെയ്ഫ് അലി ഖാൻ ഇൻഷുറൻസ് ഈ ആശുപത്രി വാസവുമായി ബന്ധപ്പെട്ട് ക്ലെയിം ചെയ്തിരിക്കുന്നത്. 25 ലക്ഷം രൂപ അദ്ദേഹത്തിന് പാസ്സായി ലഭിച്ചിട്ടുണ്ട്. ജനുവരി 21 ഡിസ്ചാർജ് ചെയ്യേണ്ട തീയതി എന്നിവ ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഇപ്പോൾ ലീക്കായ ഡോക്യുമെൻറ്റ്സിൽ അടങ്ങിയിരിക്കുന്നു. ഡോക്യുമെൻറ്റ്സ് ലീക്കായിട്ടുണ്ട്, അതിൽ നിന്നാണ് ഇതൊക്കെ വരുന്നതെന്ന് പറയുന്നു. സെയ്ഫ് അലി ഖാനെ കുത്തേൽപ്പിച്ച പ്രതി 1 കോടി രൂപ ആവശ്യപ്പെട്ടതായി വീട്ടുകാർ മൊഴി നൽകിയിരുന്നു. 2:30-ക്കാണ് അദ്ദേഹത്തെ കുത്തിയത്. പിന്നീട് അദ്ദേഹം ആശുപത്രിയിലേക്ക് ഓട്ടോയിൽ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും അല്ല, ഇത്രയും വലിയ വീടുള്ള ഒരുപാട് ജോലിക്കാരും സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരാൾ എന്തിനായിരിക്കും ഓട്ടോയിൽ പോവേണ്ടി വരുന്നത് എനിക്ക് അന്ന് തോന്നിയ സംശയമാണ്. അദ്ദേഹത്തിന് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, ഓക്കെ, പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അവിടെ മറ്റാളുകൾ ഉണ്ടായിരിക്കുമല്ലോ, വണ്ടി ഉണ്ടായിരിക്കുമല്ലോ, എന്തായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൻ്റെ പിന്നിൽ? അത് എല്ലാവർക്കും ഒരു സംശയമാണ്. അതാണ് പല സംശയങ്ങൾക്കും പലരുടെ പേരുകളിലേക്കും ഇത് എത്തിച്ചത്. കാരണം അവിടെയുള്ള ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ്. ഒരിക്കൽ കരീന പറയുന്നു താൻ ഗേൾസ് പാർട്ടിയിലായിരുന്നു, അവിടെ നിന്നാണ് സെയ്ഫിന് കുത്തേറ്റത് എന്നത് താൻ അറിയുന്നത് എന്നാണ് പറയുന്നത്. പിന്നീട് അവർ പോലീസിന് നൽകിയ മൊഴി ആഴത്തിലുള്ള കുത്ത് ഏറ്റത് താൻ കണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട്. ഒന്നുകിൽ പിന്നെ എന്താ പറയുക, ഈ മകനാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്, 8 വയസ്സായ മൂത്ത മകനാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്, ഓട്ടോ പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നാണ് പറയുന്നത്. അപ്പോൾ പാർത്ഥൻ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരുപാട് വീട്ടുജോലിക്കാരുള്ള, ഒരുപാട് ഡ്രൈവർമാരുള്ള, 8-9 അതായത് 20 ലക്ഷം മുതൽ 2 കോടി രൂപ വരെ ഉള്ള കാറുകൾ ആ വീട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. മാനേജറുണ്ട്, അവർക്ക് തന്നെ പേഴ്സണൽ അസിസ്റ്റന്റുമാരുണ്ട്. 800 ഏക്കറിൽ വലിയ ഒരു കൊട്ടാരത്തിന് സമാനമായെന്ന് പറയണ്ട, കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പ്രതിയുടെ ആ പ്രതി എങ്ങനെ കയറി എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. പ്രതിയുടെ ഉദ്ദേശം എന്താണെന്നുള്ളതും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. എങ്കിലും ആ പ്രതി കുത്തിയപ്പോൾ ഇത്രയും ജോലിക്കാരുള്ള, ഇത്രയും ഡ്രൈവർമാരുള്ള, ഇത്രയും സുരക്ഷാ ഉദ്യോഗസ്ഥരുള്ള ഒരു വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ എത്തേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ അടിമുടി ദുരൂഹതയാണ് സെയ്ഫ് അലി ഖാൻ്റെ കാര്യത്തിൽ എന്നുള്ളതിൽ സംശയം വേണ്ട. എന്തായാലും കൂടുതൽ വിവരങ്ങൾ എന്താണ് എന്നുള്ളത് പോലീസ് അന്വേഷിക്കും. പിന്നെ ഇവരൊക്കെ സെലിബ്രിറ്റികളായതുകൊണ്ട് കുടുംബത്തിനകത്ത് നടക്കുന്ന എന്തെങ്കിലും പൊട്ടലുകളും ചീറ്റലുകളും കൊട്ടേഷനുകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തു വരില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതൊരു മോഷണ ശ്രമം മാത്രമായി ഒതുങ്ങും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ആളുകൾക്ക് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുമല്ലോ, ആ ക്യൂരിയോസിറ്റി എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. അതെ.